ചേഞ്ചസ് ഇൻ ഹസ്ബൻഡ് ആസ് എ ഫാദർ. ഒരു ഫാദർ ആയപ്പോഴേക്ക് ഹസ്ബൻഡിൽ നിന്ന് ഫാദറിലേക്ക് വന്ന ഉള്ള മാറ്റങ്ങൾ. ഓക്കെ, അത് കുറച്ച് പുകഴ്ത്ത്. ഓക്കെ, വന്ന മാറ്റം അല്ലേ? അയ്യോ, ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പുള്ളി ഒരു സൈക്കോ ആണെന്ന് വിചാരിച്ചു, സീരിയസ്ലി കേട്ടോ. അതായത് ഇഷ്യൂ ജനിച്ചു കഴിഞ്ഞപ്പോ അതായത് ഇഷ്യൂ ജനിച്ചു കഴിഞ്ഞപ്പോ ആ ഡേ 1 തുടങ്ങിയിട്ട് ഭയങ്കര പുള്ളി ആ സമയത്തൊക്കെ എന്തോ സൈക്കോ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഉപയോഗിക്കുന്ന മാറ്റ്, ഉപയോഗിക്കുന്ന സോപ്പ്, എല്ലാത്തിനും പുള്ളി ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും വായിച്ചു നോക്കുക. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ടവല് മേടിച്ചാല് അത് മറ്റേ വാഷ് ചെയ്ത് മറ്റേ ബേബി ഫ്രണ്ട്ലി ഡിറ്റർജൻസ് മേടിച്ചു അതിൽ വാഷ് ചെയ്ത് ഉണക്കി കൊണ്ടുവരിക. ഇഷാന്റെ ഓരോ ബോഡി പാർട്സും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഭയങ്കരമായിട്ട് ഇഷ്യൂനെ കെയർ ചെയ്യുന്നത് ഭയങ്കര ഒരു വേറെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കേട്ടോ പുള്ളിക്ക് എനിക്ക് തോന്നിയത്. പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് ഒരു അച്ഛൻ എന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കര പ്രൗഡായിട്ട് അതിനെ കാണുന്ന ഒരു ഫീൽ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. റെസ്പോൺസിബിൾ ആണ്, ഭയങ്കര റെസ്പോൺസിബിൾ. ഇപ്പം ഇഷാന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ, ഒരു കോംപ്രമൈസും ഇല്ല എല്ലാത്തിലും. സ്കൂളിന്റെ കാര്യം തന്നെ ഇപ്പൊ അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഇച്ചിരി ഒരു പോഷ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു സ്കൂളിലേക്കാണ് ഇപ്പം അവൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആ സ്കൂള് കാണാൻ പോയപ്പോ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ആ സ്കൂള് കാണാൻ പോയ സമയത്ത് ഇപ്പം പോകുന്ന വഴിക്ക് പോലും പുള്ളി ഇത്രയും ഡിസ്റ്റൻസിൽ എങ്ങനെ വിടും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയി, ഉറപ്പിച്ചു. പുള്ളി ഉറപ്പിച്ചിട്ടാണ് വന്നത്. ഞാൻ പോലും കുറെ ട്രൈ ചെയ്തു പുള്ളിനെ അന്ന് പിൻവലിപ്പിക്കാൻ, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത്രയും ഒരു പോഷ് എൻവയോൺമെന്റിൽ വളർന്ന് എനിക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കും ഒത്തിരി വലിയ സ്കൂളിൽ പോകണമെന്നില്ല. മീൻസ് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് ഒത്തിരി ഒരുപാട് കുട്ടികൾ, ഒരുപാട് സ്കൂൾ ബസ്, ഭയങ്കര ബഹളം, അങ്ങനെയില്ല. എനിക്കും കൂടെ കുറച്ചുകൂടി ഒരു സ്റ്റുഡന്റ് റേഷ്യോ നല്ലതായിട്ട് കുറച്ചുകൂടി 20:1 അങ്ങനെയൊക്കെ ഒരു സ്കൂളായിരുന്നു മനസ്സില്. പക്ഷെ ഇതിന്റെ കുറച്ചൊരു ഫിനാൻഷ്യൽ സൈഡ് നോക്കിയപ്പോ ഞാനൊന്ന് പുള്ളിയെ വേണോ എന്ന് റീതിങ്ക് ചെയ്യാനായിട്ടൊക്കെ കുറെ ശ്രമിച്ചു. പക്ഷെ പുള്ളി വാസ് ഡാം ഷുവർ. പുള്ളിക്ക് അങ്ങനെ ഇത് മതി എന്നുള്ളതിൽ ഭയങ്കര പുള്ളി ഷുവർ ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പം പുള്ളിക്ക് അവന് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എല്ലാത്തിലും കേട്ടോ. പിന്നെ ഞാൻ പുള്ളിനെ ആസ് എ ഫാദർ ഞാൻ പുള്ളിക്ക് 10 മാർക്ക് കൊടുക്കും. ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് അറിയാലോ, നമ്മൾ ഒരു മാർക്ക് ചിലപ്പോ കുറയ്ക്കും. പക്ഷെ എന്നാലും ഒരു ഫാദർ അല്ല, അങ്ങനെ മനുഷ്യനല്ലേ പുള്ളി കേട്ടോ. അപ്പൊ അങ്ങനെ ഫാദർ എന്ന ഇതില് എനിക്ക് ഇതുവരെ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഒരു സെൽഫിഷ് ചോയ്സ് ആയിരിക്കും. അയാള് നല്ലതാണോ, അയാള് കാണാൻ വൈബാണോ, കാണാൻ അഫ്കോഴ്സ് ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ വൈബാണോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇന്ന ക്വാളിറ്റീസ് വേണം എന്നൊക്കെ, അത് മാത്രമേ നോക്കൂ. പക്ഷെ അത് നോക്കുമ്പോൾ വേറൊരു കാര്യം അവിടെ നാച്ചുറലി സംഭവിക്കുന്നത്, നമ്മള് ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന കുട്ടിക്ക് നല്ലൊരു അച്ഛനെ കൂടെ കൊടുക്കുകയാണ്. സോ ഈ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും വെച്ചേക്കാം. നമ്മുടെ മാത്രം ഒരു സെൽഫിഷ് ചോയ്സ് അല്ല, ഡെഫിനറ്റ്ലി നമ്മളുടെ ജനറേഷൻസിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ് ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാന്നുള്ളത്. എന്റെ കാര്യത്തിൽ എന്തോ ഭാഗ്യം, ഞാൻ എക്സ്പെക്ട് ചെയ്തൊന്നുമല്ല കേട്ടോ. അത് എനിക്ക് കല്യാണമേ എന്റെ വലിയ തോട്ടിലൊന്നും ഉണ്ടായിരുന്ന സാധനമേ അല്ല. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള അല്ലെങ്കിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു എനിക്ക്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, കുളമാവോ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹത്താല് അത് നന്നായി വന്നു. അതിന്റെ ഏറ്റവും നല്ല ഒരു ഇത് ഞാനിപ്പം കാണുന്നത് എന്റെ മകനാണ്. കാരണം എനിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അവൻ അവന്റെ അച്ഛനെ പോലെ ആയാൽ മതി എന്ന് എനിക്ക് എവിടെയും പറയാൻ പറ്റും. അവൻ വേറെ ആരെ പോലെ ആവണ്ട, അവൻ അവന്റെ അച്ഛനെ പോലെ ആയാൽ മതി എന്ന് ഞാൻ എവിടെയും പറയും. അത്രയ്ക്ക് ആ ഒരു കാര്യത്തിന് എനിക്ക് കോൺഫിഡൻസ്. സോ അതാണ് ഇതിന് ആൻസർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നീ പറയൂ. എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറെ പുഴുത്തിയിട്ടുണ്ട്. സോ ഫാദർ ഉള്ള കാര്യങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ ആസ് എ ഫാദർ
പുള്ളി എത്രത്തോളം നല്ലതാണെന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഞാനിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പോലും. കാരണം കുഞ്ഞിന് 6 മാസം ആവണേ ഉള്ളൂ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ വന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ അവിടെ അപ്പുറത്ത് എന്റെ കുഞ്ഞ് സേഫ് ആയിട്ട് കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സത്യം. കാരണം ഞാൻ മോം ഗിൽറ്റുള്ള ഒരാളാണ്. ഞാൻ ഓൾറെഡി ഞാൻ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ. പിന്നെ അത് കൂടാണ്ട് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം, എന്റെ ഇപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് സി സെക്ഷൻ ആയിരുന്നു, നല്ല പെയിൻഫുൾ ആയിരുന്നു ആ സമയമൊക്കെ. അത് ഹീൽ ചെയ്യാൻ ഒത്തിരി ടൈം എടുത്തു. അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് അമ്മ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ തന്നെയായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും എല്ലാം. അപ്പൊ ആ കൂട്ടത്തില് കുഞ്ഞിന്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം എല്ലാം നോക്കണം. അപ്പൊ എന്റെ കുഞ്ഞിന്റെ ഇപ്പം മോഷൻ പോയതാണേലും കഴുകാനും എല്ലാം കുളിപ്പിക്കുന്നതും എല്ലാം എന്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. അതിൽ ഒരു അറുപ്പോ വെറുപ്പോ ഒന്നും കാണിക്കാതെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ആ ഒരു റോള്. പിന്നെ അത്രയും ദിവസം ഞാൻ വേദന എടുത്ത് പൊളയുമ്പോഴും എന്റെ കൂടെ ഇരുന്ന് എന്റെ കുഞ്ഞിനെ നോക്കി, എന്താ പറയാ, എന്നെ നോക്കി അത്രയും ദിവസം എനിക്ക് ആ ഫാദർലി ഇൻസ്റ്റിങ്സ് ഉണ്ടല്ലോ പണ്ടുതൊട്ടേ. കാരണം ഇപ്പൊ ഇഷ്യൂ കുഞ്ഞായിരുന്നപ്പോ തൊട്ടും ആളങ്ങനെയാണ്. അതെ, ഭയങ്കര കെയറിങ് ആണ്, അങ്ങനെയാണ്. അത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇഷ്യൂരാണെങ്കിലും അവൻ എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. കാരണം കുഞ്ഞിനെ തൊട്ട് അവൻ അങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. ബേസിക്കലി അങ്ങനെ ഒരു മനുഷ്യൻ, ആ ഒരു ഇൻസ്റ്റിങ്സ് അവന് ഡെഫിനറ്റ്ലി ഉണ്ട്. ബൈ ബർത്ത് അല്ലെങ്കിൽ ജനറ്റിക്കലി ഉണ്ട്. അപ്പൊ അപ്പോഴൊക്കെ കിട്ടിയ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, നമുക്കറിയാലോ, നമ്മൾ പറയുമല്ലോ ഈ പ്രഗ്നൻസി ടൈം, ഈ ഒരു ടൈമിലൊക്കെ നമ്മളോടുള്ള ഒരു ഇത്. അപ്പൊ ഞാനത് മറക്കത്തേ ഇല്ല. ഞാൻ എപ്പോഴും അതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. ഇപ്പൊ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും ഞാൻ അങ്ങോട്ട് വേദന എടുത്ത് പൊളഞ്ഞിട്ടുണ്ട്. മരിച്ചാൽ മതി എന്നുള്ള വേദനയൊക്കെ ആയിരുന്നു ഇനീഷ്യൽ ആ ഒരു ഡേയ്സിലൊക്കെ. അപ്പൊ ആ സമയത്ത് എന്റെ വേദന കണ്ട് പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോലും ഇമോഷണൽ ആവുന്ന ഒരു ഇതിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരെയും നോക്കി എല്ലാം ഇരുന്നത്. അപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും നമുക്ക് ലൈഫ് ലോങ്ങിൽ വേണ്ട നമ്മളെ ഭർത്താവ് മാത്രമല്ല നമ്മുടെ കുട്ടിയുടെ അച്ഛൻ കൂടെ ആവാൻ പോണ ഒരാളെയാണ്. അപ്പൊ അത് വൈസായിട്ട് ജനറേഷൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസിഷനാണ് തീർച്ചയായിട്ടും. അപ്പോ അത് അത്രയാണ് എനിക്ക് പറയാനുള്ളത് ആസ് എ ഫാദർ. അപ്പോ ഉറപ്പായിട്ടും പുള്ളി ദ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ലുക്കിൽ എന്തെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പം എന്നും ഇപ്പൊ ഇതുപോലെ ഇരിക്കണം, എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യണമെന്നോ, പുതിയ ട്രെൻഡ്സോ ഉണ്ട്? അപ്പർ ഹെലിക്സ്, അതിനെന്തുകൊണ്ട് പറയും ഇവിടെ ഇങ്ങനെ മറ്റേ അപ്പർ ഹെലിക്സ്, ഇവിടെ മറ്റേ കുന്തം വെച്ച് ഭയങ്കര പെയിൻഫുൾ ആണ്. അത് അന്ത സാധനം എനിക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്. കാരണം നല്ലൊരു ആനച്ചെവി കിട്ടിയിട്ടുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ അത് വിസിബിൾ ആയിരിക്കും. അതെ അതെ അതെ. അപ്പൊ അത് ഞാൻ ഈ സെക്കൻഡ് സ്റ്റേഡ് ഒന്നും കുത്തിയിട്ടില്ല. അവർക്ക് ആ ഒരു സാധനം ചെയ്താൽ കൊള്ളാന്നുണ്ട് കേട്ടോ. റീസൺ അതാണ് എനിക്കിപ്പം നിലവിൽ ഒരു ആഗ്രഹം. പക്ഷെ അത്രയും ധൈര്യം, അത്രയും പെയിൻ ഞാൻ സഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല. നിനക്കോ? അതൊരാഗ്രഹമൊക്കെ ഉണ്ട്. നീ ചെയ്തിട്ട് നീ ബാക്കി പറയാം. ഞാൻ ചെയ്താലാണല്ലോ ചെയ്യാ. അപ്പൊ ഓൾറെഡി കുറച്ച് വേദന ഇപ്പൊ തീർന്നേ ഉള്ളൂ. എന്റെ കൂട്ടത്തില് നോക്കാം. പിന്നെ അതുപോലെ എനിക്ക് അങ്ങനെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ നോക്കിയിട്ടുള്ളത് ഈ ഹെയർ സ്റ്റൈല്, അതുപോലെ കുറച്ച് സൈഡ് ബാങ്ക്സ് ഒക്കെ വെട്ടിയിട്ട് കൊള്ളാം എന്ന് തോന്നാറുണ്ട്. നമ്മുടെ ഫേസിന് അത് ചേരും എന്ന് എനിക്ക് മുമ്പ് തോന്നിയിട്ടുണ്ട്. പണ്ടിങ്ങനെ നമ്മളിങ്ങനെ കത്രിക എടുത്ത് വെട്ടുള്ളൂ. ഞാൻ വെട്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊരു ഫാഷന് വേണ്ടിയിട്ട്, സത്യം പറയാം, അന്ന് പാർലറിലൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ചുമ്മാ എടുക്കുക, കത്രിക എടുക്കുക, എന്നിട്ട് വെട്ടിയിടുക. പക്ഷെ അത് പോലും കൊള്ളാന്ന് അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം നമ്മുടെ ഫേസ് വെച്ചപ്പോ വീട്ടിലുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, നിന്റെ ഒരു ട്രഡീഷണൽ ഇതില്ലേ, അതുമായിട്ട് സെറ്റ് ആവും. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല. അത് വേറെ വിഷയം. അപ്പൊ പിന്നെ ചെറിയ ചേഞ്ചസ് ഒക്കെ സൽവാറൊക്കെ കുർത്തി, അതിന്റെ കൂടെ പ്രശ്നമില്ല. സാരിയൊക്കെ കൊടുക്കുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ സൈഡ് എടുത്ത് കുത്തി വെക്കണം. കുറുനരി ഇല്ല, കുറുനരി എന്നൊക്കെ പറഞ്ഞാൽ അതെ, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ വേറെ വലിയ അങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്നൊന്നും അങ്ങനെയൊന്നും പൊതുവെ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് അങ്ങനെ വലിയ ഇൻഫ്ലുവൻസ് അതുപോലെ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ കോൺഫിഡൻസ് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് സ്മോക്കി ഐസ് ഒക്കെ എനിക്ക് ചെയ്യാൻ തോന്നും കേട്ടോ. പിന്നെ ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും ട്രൈ ചെയ്യാൻ. പക്ഷെ അത്രയും പേഷ്യൻസും അത്രയും പ്രോഡക്ട്സ് അത്രയും സ്കില്ലും കേട്ടോ അത്രയൊന്നും ഇല്ല. അതുകൊണ്ട് ചിലപ്പോ അങ്ങനെ ലൈറ്റ് ഇപ്പം ഒരു അതുപോലെ ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഒന്നിച്ച് ആൻസർ ചെയ്യാൻ പറ്റിയത്
ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഈ മെന്റൽ ഹെൽത്ത് ഒരു ചലഞ്ച് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ്, എങ്ങനെയാണ് അതൊരു മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുന്നത്? ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ കുറിച്ചിട്ട് എന്താണ് ഒരു അഭിപ്രായം? ഓക്കെ ഓക്കെ, മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഓക്കെ, നീ നിന്റെ എക്സ്പീരിയൻസ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞു. ഓക്കെ. ഞാൻ ഓഫ് കോഴ്സ് അങ്ങനെ ത്രൂ ഔട്ട് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനേ അല്ല. ചില സമയത്ത് ഞാൻ നാഗവല്ലിയാവും. അങ്ങനെയാണല്ലോ മനുഷ്യരല്ലേ പിള്ളേ. അന്യൻ 3-in-1 പാക്കേജ്. ഓക്കെ, അപ്പൊ അതില് എനിക്കിങ്ങനെ പലപ്പോഴും ഞാൻ തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതാണ് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു നീഡ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാവരോടും പോയി പറയണേക്കാളും അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരോട് പോയിട്ട് പറയാം. അത് ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ തെറപ്പി സെഷൻസ് എടുത്തിട്ടുണ്ട്. അതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവർ പറയുന്നത് നമുക്ക് അറിയാത്തൊരു പുത്തം പുതിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഇപ്പം എനിക്കൊക്കെ സൈക്കോളജി ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത് റിലേറ്റഡ് കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പല ടേംസും പല കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. പക്ഷെ എന്നാൽ പോലും മറ്റൊരാൾ അത് പറയുമ്പോൾ അത് എൻഡോഴ്സ്മെന്റ് ആണ്. നമുക്കത് കുറെ കൂടെ എന്താ പറയാ, അത് ഇഫക്റ്റീവ് ആണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഒക്കെ തോന്നുന്ന സമയത്ത് അതിന്റെ പ്രൊഫഷണൽസിനെ പോയി കാണുക. ഇപ്പം കുറെ ഉണ്ട്. ഇപ്പൊ ലൈക്ക് കൗൺസിലിംഗ് ഉണ്ട്, തെറാപ്പി ഉണ്ട്, ലൈഫ് കോച്ചിങ് ഉണ്ട്. ഈ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് പറയാൻ കാരണം, ഞാനിപ്പോ റീസെന്റ് ലൈഫ് കോച്ചിങ് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. ലൈഫ് കോച്ച്, സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ എന്നാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ എൻക്വയറി, ഇപ്പൊ ഡൗട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി കൗൺസിലിംഗ് തെറാപ്പി ഇതുപോലെയൊക്കെ സെയിം ആണോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ലൈഫ് കോച്ച് ഇപ്പൊ അധികം ആൾക്കാർക്ക് അത്ര ഫെമിലിയറൈസ്ഡ് അല്ല. എല്ലാവരും ഇത് കൗൺസിലിംഗ് ആണ്, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് കൗൺസിലിംഗ് ആണ്, ഇത് തെറാപ്പി പോലെയാണെന്നൊക്കെയാണ്. അല്ല, എനിക്ക് അതിന്റെ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ പഠിച്ചത് ഫിസിക്സ് ഒക്കെയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഏരിയ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങള് സൈക്കോളജി അല്ലെങ്കിൽ എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു ടൈം ലിമിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ലൈഫ് കോച്ച് ആയിരുന്നു. അപ്പൊ ഞാൻ അത് ചെയ്തു. അപ്പൊ അതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അറിഞ്ഞുകൂടാത്തവർക്ക് പറയാണ്, ലൈഫ് കോച്ച് എന്ന് പറയുമ്പോൾ അതൊരു കൗൺസിലിങ്ങോ തെറാപ്പിക്കോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഞങ്ങൾക്ക് മെഡിസിൻ തരാനോ നിങ്ങൾക്ക് ഇന്നതാണെന്ന് ഡയഗ്നോസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. മറിച്ച് ഞങ്ങൾ ഇപ്പം ആസ് എ ലൈഫ് കോച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഇപ്പൊ ഒരു കോച്ചും ഒരു ക്ലയന്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ആണ്. അതുവഴി നമുക്ക് ഇപ്പം നിങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പറ്റും. ചിന്തിച്ച് നിങ്ങളുടെ സൊല്യൂഷനിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഡിവോഴ്സ് ചെയ്യണോ അതോ ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നൊരു ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ആൻസർ ഇല്ല. അതെനിക്ക് തോന്നുന്നു ഒരാളും അങ്ങനെ ആൻസർ ചെയ്യില്ല. ഇപ്പൊ തെറപ്പിസ്റ്റ് ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ലൈഫ് കോച്ചും അങ്ങനെ ഒരു സൊല്യൂഷൻ തരാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ ബുദ്ധിപൂർവ്വം ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളെ എക്യൂപ്പ് ചെയ്യാൻ ഒരു ലൈഫ് കോച്ചിന് സാധിക്കും. ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ക്ലയന്റും കോച്ചും കൂടെ ഒരു പാർട്ട്ണർഷിപ്പാണ്. അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ പറ്റി നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് നിങ്ങളുടെ സൊല്യൂഷനിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് ലൈഫ്. അതെ, ഒരു ലിസണറാണ്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലവും നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഒരു ജഡ്ജ്മെന്റും ഇല്ലാണ്ട് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരാളാണ് ബേസിക്കലി ആ ലൈഫ് കോച്ച് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അപ്പൊ ലൈഫ് കോച്ചോ അല്ലെങ്കിൽ ഇപ്പം കൗൺസിലിങ്ങോ തെറാപ്പിയോ ഒത്തിരി ഇപ്പൊ അവൈലബിൾ ആണ്. ആള് തന്നെ ഇപ്പം സർട്ടിഫൈഡ് ആണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും. യുവേഴ്സ് ട്രൂലി ലക്ഷ്മി, ഇൻസ്റ്റാഗ്രാം ID. അപ്പം അതാണ്. പിന്നെ നിനക്ക് പറയാം മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട്. മെന്റൽ ഹെൽത്ത് ഇപ്പൊ ഞാന് എന്താ പറയാ, ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് കൂടിയുള്ള റീസെന്റ് എനിക്ക് തോന്നുന്നത് ഫിസിക്കലി ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ വേദനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അത് കഴിഞ്ഞിട്ടും കുറച്ചു കാലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അതുപോലെ ആൻസൈറ്റി ഉണ്ടായിരുന്നു. അയ്യോ അതാവോ ഇതാവോ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറെ പേടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മെന്റൽ ഹെൽത്തിനെ എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓവർ തിങ്കിങ് ആണ്.
എപ്പോഴും ഞാൻ അതും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു 1000 തോട്ട്സ് ആണ് ഒരു സെക്കൻഡിൽ പോണേന്ന് പറയാം. അതെന്തെങ്കിലും ഒരു മോശം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പിന്നെ പറയാൻ വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാതെ കുറെ അങ്ങനത്തെ ചിന്തിച്ചു കൂട്ടാം. അപ്പൊ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്നെ ഈ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ധൈര്യം തരുന്ന കാര്യങ്ങൾ ഒന്ന് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പ്രയർ, എന്റെ വിശ്വാസം, പ്രാർത്ഥനകളൊക്കെ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതെനിക്ക് ഒരു ധൈര്യം തന്നെയാണ് ഏതൊരു മനുഷ്യനില്ലെങ്കിലും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് നിർത്തും, അങ്ങനത്തെ ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 5 minutes മെഡിറ്റേഷൻ ആണ്. അപ്പൊ അതെങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഈ മെഡിറ്റേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു പലർക്കും തോന്നാം, ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഗുണം എന്നൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്. കാരണം അത് വളരെ സ്ലോ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഒന്നും അവിടെ കാണുന്നില്ല, കണ്ണടയ്ക്കുന്നു ബ്രീത്തിങ്. പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ബ്രെത്ത് എടുക്കുന്നു, ഇൻഹെയിൽ ചെയ്യുന്നു, എക്സ്ഹെയിൽ ചെയ്യുന്നു, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും അതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുക. വേറെ അവിടെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ അതിൽ മൈൻഡ്ഫുൾ ആയിരുന്നാൽ മാത്രമേ ആ മെഡിറ്റേഷൻ വർക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 5 minutes ഡെയിലി, അത് മിനിമം ഒരു 21 days എങ്കിലും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം വരിക, ഹാബിറ്റ് ആയിട്ട് മാറാം. അപ്പോൾ ഡെയിലി ഞാൻ ഒരു 5 minute അതിൽ വേറെ ഒന്നും ചിന്തിക്കാതെ പർപ്പസ്ഫുള്ളി ഇന്റൻഷനലി ആ ഒരു ബ്രെത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റ് പല കാര്യങ്ങളിലും അതുപോലെ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ളി അതിൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കാൻ തോന്നാറുണ്ട്. പിന്നെ ഈ ബ്രെത്തിങ്ങിന് ഒരുപാട് സയന്റിഫിക് സൈഡൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ടും അതെന്നെ ഒത്തിരി മെന്റലി ഹാപ്പി ആയിട്ടിരിക്കാനും എന്താ പറയാ കുറെ കൂടി ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാനും ഒക്കെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഒരു ടൈം കുറച്ച് വേഴ്സ് ആയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. വെറും 5 minute ഉള്ളൂ കേട്ടോ, അല്ല 10-20 minute ഒന്നും എനിക്ക് ആ ഒരു അറ്റൻഷൻ സ്പാൻ കിട്ടുമെന്ന് അറിയില്ല ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. പ്രയർ, പിന്നെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യുക, കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ ആ ഭാരം ഇറക്കി വെക്കുക. അതൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് വരുമ്പം ചെയ്യാറുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ നിന്റെ ഒരു ഹെൽത്ത് ഹാബിറ്റ്സ് ഇപ്പൊ നീ ഫോളോ ചെയ്യുന്ന? ഓക്കെ, ഞാന് ചായ, കോഫി ഇതൊക്കെ ക്വിറ്റ് ചെയ്തു. കുറെ നാളായി ക്വിറ്റ് ചെയ്തിട്ട്. പിന്നെ ഷുഗർ കുറച്ചു. ക്വിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലും കഴിക്കും, ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെയൊക്കെ വല്ലപ്പോഴും. പക്ഷെ വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. ഇപ്പൊ തന്നെ എനിക്കൊന്ന് കുറെ നാൾക്ക് ശേഷം ഇപ്പം ദിവ്യയും കൊച്ചുമോനും വന്നപ്പോഴാണ് ഞാനിപ്പോ അങ്ങനത്തെ കുറച്ചൊരു ഷുഗറി അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ കഴിക്കുന്നത്. കാരണം ഗസ്റ്റ് ഒക്കെ വരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതൊക്കെ കഴിക്കും. നമ്മളെ കൂടെ അത്രയൊക്കെ പറ്റുള്ളൂ. അതെ. അപ്പൊ അതാണ് എനിക്ക് ഭയങ്കര റിസൾട്ട് എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പൊ വെയിറ്റ് ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തില് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നൊരു സാധനം ചായ, കോഫി. കാരണം എനിക്ക് ഈ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്ഥിരം, അത് ഈ പാലിന്റെ ഡയറി പ്രോഡക്ട്സ്. അപ്പൊ അതെല്ലാം നിർത്തി കഴിയുമ്പോ കുറച്ചുകൂടെ എന്താ പറയാ ഭയങ്കര മൊത്തത്തില് നല്ലൊരു ഫീൽ. അതെ, എനർജി ലെവലാണെങ്കിലും ഭയങ്കരമായിട്ട് കൂടി. ഒരിടയ്ക്ക് ഭയങ്കര ക്ഷീണം, എപ്പോഴും അങ്ങ് കിടന്നാൽ മതി. പിന്നെ ഭയങ്കര PMS ഒക്കെ ഭയങ്കര സിവിയർ ആയിട്ട് വരിക, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. പിന്നെ സ്കിന്നിലെ ചേഞ്ചസ് വരിക, അങ്ങനത്തെ കുറെ മൂഡ് സ്വിങ്സ് എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷെ മെന്റലി നമ്മളെ കുറെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ഇപ്പം ജസ്റ്റ് ഷുഗർ ഇപ്പൊ ഒത്തിരി കുറച്ചു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡിന്നറൊക്കെ കുറച്ച് നേരത്തെ ആക്കി. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാം, പക്ഷെ ഇപ്പം കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ ഒരു റൂട്ടീൻ ഉണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യും. പക്ഷെ എന്നാലും അത് കഴിയുമ്പോൾ എനിക്ക് പിന്നെയും എന്റെ റൂട്ടീനിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. അതിൻ്റെതായ കുറെ റിസൾട്ട് എനിക്കുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ മാറ്റിയ ചായ, കോഫി, പിന്നെ ഷുഗർ കൺട്രോൾ. ഇത്രയാണ് ഞാൻ ചെയ്ത ഒരു നല്ലൊരു ഹെൽത്ത് ഹാബിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റ് ആക്കാം. എങ്ങനെയാണ് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതെന്നാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അല്ലേ? ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അനുഭവങ്ങളാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് അങ്ങനെ ബൗണ്ടറീസ് ഒന്നും ഇല്ല. സമയമുണ്ട് പറയട്ടെ, അതിന്റെ ഒരു ആവശ്യകത പറയാം. അതായത് നമ്മൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ആദ്യം തന്നെ നമുക്ക് വളരെ ക്ലോസ് അല്ല ഞാൻ പറയണേ, അല്ലാത്ത ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആര് തന്നെയാണെങ്കിലും നമ്മുടെ ഒരു
പേഴ്സണൽ സ്പേസ് അവിടെ എപ്പോഴും കീപ്പ് ചെയ്യാം. അവിടേക്ക് ഓവർ ഫ്രീഡം കൊടുത്ത് എല്ലാവരെയും വലിച്ചു കയറ്റി അത് ആദ്യമേ അങ്ങനെ ആയിരിക്കണം. നമ്മള് കുറച്ച് സെറ്റ് ചെയ്യണം ഈ ബിഗിനിങ്ങിൽ തന്നെ. കുറേ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വലിച്ച് കയറ്റി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഞാനൊരു ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കാനേ പോണില്ല. അതിന് ചില ഒരു ഉദാഹരണം പറയാം. ചില ആൾക്കാരുടെ ഫോണൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതങ്ങ് എടുത്ത് ഈ ഇപ്പം നിന്റെ ഫോൺ ഇപ്പൊ എന്റെ നീ എടുക്കാറുണ്ട്, നിന്റെ ഫോൺ ഞാൻ എടുക്കാറുണ്ട്, ഈ അതുപോലും നമ്മൾ ചോദിച്ചിട്ടാണ് എടുക്കാറുള്ളത് അല്ലെ. അപ്പൊ ചില കേസിൽ കാണാറുണ്ട് ഈ ഫോൺ തട്ടിപ്പറിച്ചെടുക്കുക, അതിൽ ഉള്ളത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അതെടുത്തോണ്ട് ഓടുക, പിന്നെ അത് നമ്മുടെ ഫോൺ കിട്ടാൻ വേണ്ടി നമ്മൾ അവരുടെ പുറകെ ഓടുക. അങ്ങനത്തെ ഒക്കെ കുറച്ച് ഇതൊക്കെ ഞാൻ അറിയാവുന്നതാണ്. അപ്പോ ഞാൻ കേട്ട കേൾവിയുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് പാർട്ട്ണറിന്റെ പോലും നമ്മൾ ഫോൺ എടുക്കാറില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടേ ഇല്ല. ഈവൻ പുള്ളി പോലും തരാറുണ്ട്, ഗൂഗിൾ പേ ചെയ്യും. അപ്പൊ എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ പിന്നടിച്ച് എനിക്ക് തരൂ, സ്കാൻ ചെയ്ത് കൊടുക്കും, പുള്ളി പിന്നടിക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്ത് നടക്കുന്നു ഏത് നടക്കുന്നു ഈവൻ തന്നാ പോലും അങ്ങനെ ഒരു 99% അല്ലെ നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ഇല്ല അങ്ങനെ വല്ല കേസിലും എടുക്കാന്നല്ലാതെ നമ്മൾ എടുക്കാറില്ല. അപ്പൊ ആ ഒരു നമ്മള് എന്താ പറയാ മറ്റൊരാൾക്ക് കൊടുക്കുന്ന അതേ സ്പേസ് നമ്മുടെ ഉണ്ടാവണം നമുക്കും. പിന്നെ മറ്റൊരാളുണ്ടല്ലോ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇടുന്ന സ്റ്റാൻഡേർഡ്സ് കൂടി. എക്സാക്ട്ലി. അതായത് ഒരു എക്സാമ്പിള്, നമ്മളൊരു വീട്, ഞാൻ എവിടെയോ വായിച്ചതാണ് അത്, നമ്മളൊരു വീട് വൃത്തികേടായിട്ടിരിക്കുന്ന ഒരു വീടാണ്, ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആണ് അവിടെ. അപ്പൊ അവിടേക്ക് വരുന്ന ഒരാൾ ആ വീടിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യും. അയാളുടെ കയ്യിൽ ഒരു മിഠായിയുടെ റാപ്പർ ഉണ്ടെങ്കിൽ അവിടെ ഇടും. പക്ഷെ ആ വീട് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല. അതുപോലെ മനുഷ്യന്റെ കാര്യം, ഞാൻ എന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതുപോലെയാണ് നീ എന്നെ ട്രീറ്റ് ചെയ്യുക. കറക്റ്റ്. നമ്മളാണ് തീരുമാനിക്കുന്നത്. ബൗണ്ടറീസ്, സ്റ്റാൻഡേർഡ്സ് എപ്പോഴും കീപ്പ് ചെയ്യുക. കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ നമ്മളോട് മിസ്ബിഹേവ് ഭയക്കും. അയാള് ഒരു മോശം വേർഡ് പോലും നമ്മളോട് പറയില്ല. ബിക്കോസ് ഞാൻ എന്റെ സ്റ്റാൻഡേർഡ്സ് അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇൻടാക്ട്. അത് എപ്പോഴും ചെയ്യുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലെ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാന്നുള്ളത്. അത് തന്നെ. പിന്നെ എല്ലാം നമ്മള് സ്പേസ് കൊടുത്ത് നമ്മുടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ളിടത്ത് നിക്കണം. പിന്നെ ഈ പ്രോബ്ലംസ് വരുമ്പോ അതെങ്ങനെയാണ് ഫേസ് ചെയ്യാറുള്ളത്? ഐ മീൻ അത് ഒരു കോപ്പി മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ നല്ലതായിട്ട് വിഷമിക്കും. പിന്നെ ഓവർ തിങ്കിങ് എന്റെ ഒരു നമ്മുടെ കോമൺ ആണ്. ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ വോയിസ് കേസ് സിനാരിയോ അത് അങ്ങോട്ട് സങ്കല്പിച്ചങ്ങ് സംഭവിക്കും. ഇതിന്റെ അങ്ങ് അറ്റം എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ ചിന്തിക്കും. അപ്പൊ എനിക്കൊരു ആശ്വാസം കിട്ടും. ഇതായിരിക്കുമല്ലോ എത്രയും സംഭവിക്കാനുള്ളത്, സംഭവിച്ചോട്ടെ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അങ്ങനെയാട്ടോ ചെയ്യണേ. അതൊരു കോപ്പിംഗ് മെക്കാനിസം ആണോ, എന്തെങ്കിലും അതൊരു ടെക്നിക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് അങ്ങനെ എന്തോ, അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിട്ട് എന്തോ ഒരു തിയറി ഒക്കെ ഉണ്ട് സൈക്കോളജിക്കലി. എനിക്ക് അത് കോയിൻ ചെയ്ത ഇതാണെന്ന് പറയാൻ എനിക്കറിയില്ല. അപ്പൊ ഇതാണ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ വരെ ഞാൻ എത്തും കേട്ടോ. നിസ്സാര കാര്യമാണെങ്കിലും അങ്ങ് അറ്റം വരെ ഞാൻ എത്തും. എന്നിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഞാൻ അങ്ങനെയാണ്. അല്ലാണ്ട് കരയും, വിഷമിക്കും, ചിന്തിക്കും, മൂഡ് ഓഫ് ആകും, ഒരുപാട് കാര്യങ്ങൾ അത് എഫക്ട് ചെയ്യും, എല്ലാം നടക്കും. പക്ഷെ ഇങ്ങനെ പോവും. അല്ലാണ്ട് വേറെ മാജിക് ഒന്നും എനിക്കറിയില്ല പേഴ്സണലി. അത് തന്നെ അനുഭവിക്കുക, അത്ര തന്നെ. എന്റെ കേസിൽ ഇത് തന്നെ. എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോ നമ്മൾ അത് ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ അവിടത്തെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. അല്ലല്ല, ഓഫ് ചെയ്തോ. പിന്നെ എന്ത് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുക. നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല. അതാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ വിഷമിക്കുക, കരയുക. നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ദീസ് ടു ഷാൾ പാസ് എന്ന് പറഞ്ഞ പോലെ ഇതും മാറിപ്പോവും, കടന്നു പോവും, നാളെ നല്ല ഇത് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ചില ഒന്നും നമുക്ക് നിസ്സാര കാര്യമാണെങ്കിൽ നമുക്ക് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒഴിഞ്ഞു മാറി പോവാം. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിഞ്ഞു പോവാം. ചിലപ്പോൾ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കേസിൽ തന്നെ എന്റെ ഡെലിവറി നടന്ന അതേ ദിവസമാണ് അമ്മ വീഴുന്നത്. അപ്പോ അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അത് അതേ ദിവസം എന്റെ സി സെക്ഷൻ ഓൾറെഡി ഡേറ്റ് എടുത്ത് വെച്ചേക്കാണ്. അന്ന് തന്നെ അമ്മ വീണു. ഉടനെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്റെ സി സെക്ഷൻ നടന്നു, അമ്മയുടെ സർജറി നടന്നു. അത് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലോണം വിഷമം വരും, നമ്മൾ സങ്കടം വരും, നമ്മൾ കരയും, നമുക്ക് ഭയങ്കര നിരാശ തോന്നും, എല്ലാം തോന്നും. പക്ഷെ അത് ഫേസ് ചെയ്യുക, അത് മാറും. ഇപ്പൊ ഞാൻ അതിനോട് പറയുന്നു, വളരെ കൂളായിട്ടിരുന്ന് പറയുന്നു. അന്ന് ഇങ്ങനെ അല്ലായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, വളരെ മോശം മാനസികാവസ്ഥ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നത് ഓക്കെയാണ്. അപ്പൊ ദിസ് ടു ഷാൾ പാസ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വരുന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്യുക ധൈര്യമായിട്ട്, അത്രേ ഉള്ളൂ.
അതിനുള്ളൊരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക, തളർന്നു പോവാതിരിക്കുക പ്രതിസന്ധികൾ. അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കണോ? 2 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. സ്വഭാവത്തിൽ മാറ്റണം, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി ഇതിലൊക്കെ പറഞ്ഞു. മാറ്റണം തോന്നിയൊരു കാര്യം, എനിക്ക് ഓവർ തിങ്കിങ് കുറയ്ക്കാം. അത് തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓവർ തിങ്കിങ് കുറയ്ക്കണം കേട്ടോ. അതെ, ഓവർ തിങ്കിങ് കുറയ്ക്കണം. എനിക്കും അത് തന്നെയാണ്. അതെ, കാരണം ചില സമയത്ത് ചില കാര്യങ്ങൾ, നിസാര കാര്യങ്ങൾ കാട് കയറും. നിനക്കറിയാലോ, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ ആ ദിവസം മുഴുവൻ സ്പോയിൽ ചെയ്യാൻ ചില കാര്യങ്ങൾക്ക് അതാണ്. അത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കഴമ്പുമില്ല, വെറുതെ അങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണ്. അതൊന്ന് കൺട്രോൾ ചെയ്യണം. മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ആ മൊമെന്റിൽ ഇരിക്കാൻ പറ്റണം. അതിന് സംഭവിക്കില്ലെന്നേ, പക്ഷെ ഇങ്ങനെ ചിന്തിച്ച് നശിപ്പിക്കും ആ ദിവസം. അത് വല്ലാത്ത അവസ്ഥ. അത് തന്നെ. പിന്നെ ഇനി എന്തെങ്കിലും ഒരു പാഷൻ, ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം പറഞ്ഞിടാം. എന്തെങ്കിലും ഒരു പാഷൻ ഫോളോ ചെയ്യണം, അത് നേടണം എന്ന് തോന്നിയിട്ടുണ്ടോ? അടുത്ത ആഴ്ച ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു പാഷൻ ഞാൻ ചെയ്തു. എനിക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കിട്ടുന്നൊരു കോംപ്ലിമെന്റ്, പോസിറ്റിവിറ്റി, ഹീലിംഗ്, അതൊക്കെയാണ്. അപ്പൊ അതിലൊരു പ്രൊഫഷണലി എന്തെങ്കിലും ഒരു കാര്യം അതിൽ സർട്ടിഫൈഡ് ആണെന്നും ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇനി ഒരു പാഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് സൈക്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താൽ കൊള്ളാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. അറ്റ് പ്രസന്റ് എനിക്കത് ഒരു നമുക്ക് നെക്സ്റ്റ് എന്താണെന്നത് ഫീൽ ചെയ്യുന്നു. എനിക്ക് MSc സൈക്കോളജി ചെയ്താൽ കൊള്ളാന്ന് തോന്നുന്നു. ഇപ്പൊ നിലവിൽ അതാണ് പാഷൻ. ഓൾ ദ ബെസ്റ്റ്. എനിക്കങ്ങനെ പാഷൻ എന്ന് പറയാൻ അത് എപ്പോഴും തുടങ്ങും. പക്ഷെ പല ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് തന്നെ പഠിക്കണം എന്നുണ്ട്. അത് എപ്പോഴും തോന്നും, ചേരും. പക്ഷെ എന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും അവിടുന്ന് പോകേണ്ടി വരും. അതെ അതെ അതെ, പല റീസൺസ് മാറി വരും. അത് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ. പിന്നെ ടീച്ചിങ് എപ്പോഴും എന്റെ പാഷനാണ്. അതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം എന്നുണ്ട്. ബിക്കോസ് ടീച്ചിങ് എന്റെ പാഷൻ തന്നെയാണ്. അതുകൊണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഒന്നും മറന്നില്ല എന്ന് വിചാരിക്കണം. അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വേണ്ടല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫിൽ എന്തൊക്കെ കാര്യത്തിലാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്? നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എന്റെ ഫാമിലി. സൂപ്പർ. എന്റെ ഫാമിലി, അതായത് എനിക്ക് അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ അതില്. അതിലെല്ലാരും വരും കേട്ടോ. എന്റെ അച്ഛനമ്മ, എന്റെ ഹസ്ബൻഡ്, എന്റെ ലൈഫ് പാർട്ട്ണർ, എന്റെ മകൻ, ഇതിലെല്ലാം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഞാൻ ഇങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്ത ഒരാളെ അല്ല. സീരിയസ്ലി, എനിക്ക് മാരേജിനെ കുറിച്ച് വലിയ സ്വപ്നങ്ങളില്ലായിരുന്നു. ടെൻഷനായിരുന്നു കൂടുതൽ. എനിക്ക് ഇതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും പറ്റില്ല, വോയിസ് ആക്കേ ഉള്ളൂ എന്റെ ലൈഫ്, മാരേജ് എന്നൊക്കെ ഒരു ടൈമിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു പോയിന്റിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ മിറാക്കിൾ എന്ന് തന്നെ പറയാം. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു റീഡയറക്ഷൻ ആയിരുന്നു ഓഫ് കോഴ്സ് എന്റെ ലൈഫില് എന്റെ മാരേജ്. അതിനുശേഷം നടന്ന കാര്യങ്ങള് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. എനിക്ക് ഒന്നിനെ കുറിച്ചും ആരും എന്നെ ജഡ്ജ് ചെയ്യുമെന്ന് പേടിയില്ല. ഞാൻ ഭയങ്കര ഫ്രീഡം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രീഡം എന്റെ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയാണ്. ഞാൻ എന്റെ ലൈഫ് അത്രയ്ക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഒന്നിനെ കുറിച്ചും പേടിയില്ല. എനിക്ക് എന്റെ തീരുമാനങ്ങൾ എനിക്ക് എടുക്കാം, അതിലേക്ക് ഫ്രീ ആയിട്ട് എനിക്ക് സഞ്ചരിക്കാം. സോ ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം. അതെ, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ റൂട്ട്സ് ഉണ്ട്, നമ്മളെ പിടിച്ചു വെക്കുന്ന ചില വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ഫ്രീ. എനിക്ക് എന്റെ ലൈഫ് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഞാനായി തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ്, ഒന്നും എന്നെ ലിമിറ്റ് ചെയ്യുന്നില്ല. അതിൽ പല എന്താണല്ലേ സത്യത്തില്. മാരീഡ് ആണ്, കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആസ് എ പേഴ്സൺ ഐ എം വെരി ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ. ശരിക്കും പറയാണ് കേട്ടോ, എനിക്ക് എന്തും ചെയ്യാം. ബട്ട് സ്റ്റിൽ എനിക്ക് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഇല്ലാന്നല്ല, പട്ടം പോലെ അങ്ങനെയല്ല പറയണേ. പക്ഷെ എനിക്ക് എന്തും എന്റെ നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അതെ, എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ്. എന്റെ ഹെൽത്ത്, എന്റെ ഫാമിലി, എല്ലാത്തിനും, ഐ മീൻ സിസ്റ്റർ, എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ്. കുറച്ചുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ നീ പറഞ്ഞേ. ഞാനും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ അത് തന്നെയാണ്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലൈഫിലെ എന്ത് ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാത്തിലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കേസിനാണേലും എന്റെ പാരന്റ്സ്, എന്റെ ഫാമിലി, ഹസ്ബൻഡ്, സിസ്റ്റർ, ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നല്ല ആൾക്കാർ, എന്റെ ലൈഫിലുള്ള ആൾക്കാർ, എനിക്ക് വളരെ ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന, എന്ത് വിഷമങ്ങളുണ്ട് എങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്റെ കുഞ്ഞ്, എല്ലാത്തിലും ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു ആളാണ് ഞാൻ. പിന്നെ എന്റെ ലൈഫിലുണ്ടായ ക്രൈസിസിന് വരെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ലൈഫ് തന്നെ തീർന്നു, ഇനി അങ്ങോട്ടില്ല എന്ന് വിചാരിച്ചിരുന്നൊരു ടൈമുണ്ട്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിപ്പോ ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയോ സിലബസോ ഒന്നും തന്നെ എനിക്ക് പഠിപ്പിച്ചു തരാത്ത കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറെ പേരെ ഹെൽപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ ഈ ഇമോഷണലി എങ്ങനെ ഇന്റലിജന്റ് ആയിരിക്കാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടിരിക്കാം എന്ത് ക്രൈസിസിലും, അങ്ങനത്തെ എല്ലാം ഞാൻ പഠിച്ചത് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം എന്റെ ഈശ്വരനോടും. ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത് അല്ലേ? എന്തെങ്കിലും ഉണ്ടോ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം. പിന്നെ ഇത്രയും സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത എന്റെ സഹോദരിക്കും താങ്ക് യു. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ ഇത്ര നേരം എടുക്കാൻ വേണ്ടി എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അപ്പം ഇരിപ്പുണ്ട്. എന്റെ കുഞ്ഞും എന്റെ ഹസ്ബൻഡും ഉണ്ട്. അവർക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.